സാന്തനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രനെ വാഷ്റൂമിലേക്ക് പറഞ്ഞയച്ചിട്ട് ആ സ്വർണ്ണങ്ങൾ മുഴുവൻ ബാഗിലാക്കി ഒന്നറിയാത്തവനെ പോലെ മൊബൈൽ നോക്കി കട്ടിലിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്ന ആ സമയത്ത് മിത്ര വരും. മിത്ര വന്നതിന് ശേഷം നോക്കുമ്പോൾ താഴത്ത് നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം കിടക്കണം. അയ്യോ, ഇതെങ്ങനെ താഴ്ത്ത് വീണെന്ന് പറഞ്ഞപ്പോൾ ഇതെന്റെ ബാഗിലായിരുന്നല്ലോ, അത് നീ ഡ്രസ്സ് എടുക്കാൻ പോയി എടുത്തപ്പോൾ വീണതാവും. ഇല്ല, ഞാൻ ഡ്രസ്സ് എടുത്തപ്പോൾ വീണിട്ടില്ല, അത് വിട്ടുകളെ, ഇനി നീ അതേ പറ്റിയൊന്നും ചിന്തിക്കേണ്ട, നീ ഇവിടെ ഇരിക്കും, നിനക്ക് ഞാൻ ഭക്ഷണം മേടിച്ചിട്ടുണ്ടരാന്ന് പറഞ്ഞ് അങ്ങനെ മിഥുൻ പോകണ്. ആ സമയത്ത് ബാഗ് എടുത്ത് തോളിലിടുന്നത് എന്തിനാ ഭക്ഷണം മേടിക്കാൻ പോകുമ്പോൾ ബാഗ് കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ ബാഗിൽ ആധാർ കാർഡും മറ്റുള്ള കാര്യങ്ങളും കുറച്ച് പ്രൂഫുകളും ഇതൊക്കെ ഉണ്ട്, അവിടെ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിന് വേണ്ടിയിട്ടെന്നൊക്കെ പറയും. എന്ന് ശരി എന്ന് പറഞ്ഞ് നീ റൂം അടച്ചിട്ടിരുന്നോളാൻ പറഞ്ഞ് അങ്ങനെ മിഥുൻ വലിയ വെപ്രാളത്തോടെ പോകുമ്പോൾ ശരൺ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടാവും. എന്ന് ശരൻ്റെ മേത്ത് മിഥുൻ കഴിഞ്ഞ തവണത്തെ പോലെ ഇടിക്കുന്നുണ്ട്. നോക്കി നടക്കണ്ടേ ബ്രോ എന്ന് ശരൺ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശരനോട് പൊട്ടിത്തെറിക്കണേ മിഥുൻ, നീ ആരടാ, നീ എന്നെ നോക്കി പേടിപ്പിക്കണേ, നിനക്ക് എന്നെ തല്ലണോടാന്ന് വെച്ചപ്പോൾ നീ എന്താ എൻ്റെ അമ്മനെ രാവിലെ വഴക്ക് പറഞ്ഞതിന് ശരൺ ചോദിക്കുമ്പോൾ ആണെങ്കിൽ നീ എന്ത് ചെയ്യോടെ, നിനക്ക് എന്നെ തല്ലണോ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും തമ്മിൽ നല്ല വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് മിത്ര അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. മിത്ര കൊണ്ട് ചേട്ടാ പ്ലീസ് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ ഏട്ടാന്ന് പറഞ്ഞപ്പോൾ നിന്നോട് ആരും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം, നിന്നോട് മുറിയിലിരിക്കാനല്ലേ പറഞ്ഞു, പോടി അങ്ങോട്ട് എന്ന് പറഞ്ഞു. കുട്ടിയുടെ ഭർത്താവ് ആവശ്യമില്ലാണ്ട് വഴക്കുണ്ടാക്കാൻ വരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ മേത്തടിക്കാൻ പോയപ്പോൾ സൂക്ഷിച്ച് നടക്കാൻ മാത്രം പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ മിത്ര ഇങ്ങനെ ദയനീയമായി മിത്ര ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കണ്. ആ സമയത്ത് മിഥുൻ്റെ ഭാവമൊക്കെ കാണുമ്പോൾ മിത്രയ്ക്ക് വല്ലാത്ത പേടിയുണ്ട്. മിത്ര പ്രതീക്ഷിച്ച ഒരാളല്ല മിഥുൻ എന്നുള്ള കാര്യം മിത്ര ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മനസ്സിലാക്കണം. നിന്നോട് വേണ്ടി പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞ് മിഥുൻ മിത്രനെ ഇങ്ങനെ ആട്ടി അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. അങ്ങനെ മിത്ര റൂമിന്റെ വാതുക്കൽ ചെന്ന് ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് ശരണും ഇവനും ഭയങ്കര വാക്കായിട്ടായിരിക്കും. അന്നേരത്തെ അമ്മയും ഭാര്യയും വരുന്നുണ്ട്. എന്താ മോനെ എന്താ പ്രശ്നം നോക്കുമ്പോൾ ഇവനെ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് എന്നായിട്ട് വഴക്കുണ്ടാക്കാൻ വരുന്നു. ഇവനല്ലേ അമ്മനെ വഴക്ക് പറഞ്ഞു രാവിലെ. അതേടാ ഞാൻ തന്നെയാണ് നിന്റെ അമ്മനെ വഴക്ക് പറഞ്ഞത് രാവിലെ, നിനക്ക് എന്നെ തല്ലണോ, നീ എന്നെ തല്ലിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മിഥുൻ അങ്ങോട്ട് കയറി ചെല്ലണം. ആ സമയത്ത് അമ്മയും ഭാര്യയൊക്കെ പിടിച്ച് പാറ്റുന്നുണ്ട്. മോൻ്റെ ഭാര്യ മോനും കൂടി വഴക്കുണ്ടാക്കണ കണ്ടപ്പോൾ ഞാൻ മോനെ ഉപദേശിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും പാടില്ല, ഭഗവാനെ തൊഴാൻ വരുമ്പോൾ നല്ല രീതിയിലൊക്കെ അല്ലേ മോനെ നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞ് മിഥുൻ പെട്ടെന്ന് പോകും. പിന്നീട് മിഥുനെ കുറിച്ചായിരിക്കും അവരമ്മയും മോനും ഭാര്യയും സംസാരിക്കുന്നത്. ഞാൻ ആ പെൺകുട്ടിയോട് ചെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരാളല്ലേ ആ പെൺകുട്ടിയുടെ ഭർത്താവ്, ഇതിന്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിത്രണെങ്കിൽ ഇതെല്ലാം കേട്ട് ഇങ്ങനെ ആദ്യോടെ ആ ഡോർമൽ ഇങ്ങനെ ചാരി നിൽക്കണം. അവരെ സംസാരം മുഴുവൻ കേട്ട് അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പോണ്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇന്നലെ ഒരുത്തനായിട്ട് റോട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കില്ലെന്ന് ചോദിച്ചപ്പോൾ അവനൊക്കെ മാന്യനല്ലേ, ഇപ്പൊ കണ്ടില്ലേ ഞാൻ നല്ല ഫ്രണ്ട്സ് ആയില്ലേ, പക്ഷെ ഇവനെ കണ്ടാലറിയാം ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവൻ ഫ്രോഡാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞില്ലേ, ഇവൻ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഫ്രോഡാണ് 100% എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് മിത്ര ഇങ്ങനെ കണ്ണീരോടെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്താർ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അലോക് ഓടി കൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ ചെറിയ അച്ഛാ അവളെ കല്യാണം നടത്തില്ലെങ്കിൽ വേണ്ട, എൻ്റെ ആതിരയുടെയും കല്യാണം നടത്താലോ, ഞങ്ങളുടെ വിവാഹം നടത്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലോക് ഇങ്ങനെ ധൃതി പിടിക്കുന്നു. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, എനിക്കറിയില്ല മോനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ആ സമയത്ത് എന്നെ ആതിരയൊക്കെ അച്ഛൻ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ പറയും, മോനെ ഞങ്ങളിവിടെ ഹാളിൽ വന്ന് നിൽക്കുകയാണ്, ചെക്കനെ സ്വീകരിക്കാൻ ആരും എത്തിയിട്ടില്ലല്ലോ, കുറേ നേരമായി വന്നിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. പിന്നീട് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് അവരിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, ആരോട് എങ്ങനെ പറയണം. എന്തായാലും അപ്പം തന്നെ ആനന്ദവർമ്മ പറയുന്നുണ്ട്, അവളൊരു ചെക്കൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞില്ലേ, ഒരു പെൺകുട്ടി ഒരാളും കൂടെ പോയി എന്ന് പറഞ്ഞില്ല, അത് അവള് തന്നെയാണ്, ആ സ്വർണ്ണൊക്കെ എടുത്ത് അവള് മുങ്ങിയത് തന്നെയാണ്, ഇനി അവള് തിരിച്ചു വരില്ല, ഇനി എന്തെങ്കിലും നീ ചെയ്യ, എൻ്റെ ശരീരമൊക്കെ വിറക്കിന്, എനിക്ക് ഇനി അവരോട് പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞ് ആനന്ദവർമ്മ അവിടെ തളർന്നിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗോമതിനെയാണ്. ഗോമതി ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവാനെ കല്യാണം മംഗളമായി നടക്കാനും. അന്ന് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം മീനാക്ഷിയോട് പറയുന്നുണ്ട്, എന്നും അമ്പലത്തിൽ വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ, ഇന്ന് എനിക്കൊരു ടെൻഷൻ പോലെയുള്ള മോളെ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോണ പോലത്തെ ടെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ അതെ അമ്മ തന്നെ കുറച്ച് മാത്രമേ ഭഗവാൻ വിചാരിക്കുള്ളൂ, പിന്നെ അമ്മ വിചാരിക്കണം, അമ്മ അവിടുത്തെ കാര്യങ്ങൾ എടുത്ത് തലയിൽ വെച്ചിരുന്നിട്ട് പിന്നെ എങ്ങനെ അമ്മയ്ക്ക് ടെൻഷൻ മാറാനെന്നൊക്കെ പറഞ്ഞ് അമ്മയും മോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിഥുൻ ഇങ്ങനെ ഓടി വന്നിട്ട് ഒന്ന് മാറി സിസ്റ്റർ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂടെ മാറ്റിയിട്ട് പോകും. മിഥുൻ മീനാക്ഷി മിഥുനെയും കണ്ടിട്ടാ നിൽക്കടാ നീ ഉണ്ടാന്നൊക്കെ ചോദിച്ച് മീനാക്ഷി മിഥുൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. മിഥുൻ ഓടും, മീനാക്ഷി പിന്നാലെ ഓടും, പിന്നാലെ അമ്മയും ഓടുന്നുണ്ട്. എന്താ മോളെന്ന് ചോദിക്കും. പക്ഷെ മിഥുനെ കിട്ടുന്നില്ല, മിഥുൻ പറന്നു പോകും. ആ സമയത്ത് അമ്മ കൊടൈക്കനാലിൽ വെച്ചിട്ടുണ്ടായ കാര്യം അമ്മോട് പറഞ്ഞ അമ്മ വിഷമിക്കില്ലേ എന്ന് ആലോചിച്ചിട്ട് മീനാക്ഷി പറയുന്നുണ്ട്, അത് അമ്മ അവനൊരു കള്ളനാണ്, ഒരിക്കലും എൻ്റെ ചെയിൻ പൊട്ടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ അവനെ കണ്ടപ്പോൾ. ഭഗവാൻ എന്തിനും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ രക്ഷിക്കാൻ നിൽക്കണേന്നൊക്കെ ചോദിക്കും. അത് സാരില്ല അമ്മ, അവന് ഭഗവാൻ കൊടുത്തോളും തീർച്ചയായിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ്. കൃഷ്ണമംഗലത്ത് മറ്റേ പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ട് ആതിരരെ
അതായത് ആലോകിൻ്റെ ഫാമിലി ബന്ധു വീട്ടിൽ ആൾക്കാർ വന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കണം. ചെക്കൻ്റെ അച്ഛൻ, വിവേകിൻ്റെ അച്ഛൻ, നിങ്ങളെ പെണ്ണ് ഒളിച്ചോടി പോയ കാര്യം നിങ്ങൾ മറച്ചു വെച്ച് നിങ്ങൾ മിണ്ടാണ്ടിരിക്കണല്ലേ. ആ പെണ്ണ് ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ ആ പെണ്ണിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ തോന്നി അവൾക്കൊരു പ്രേമുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് അച്ഛമ്മയും അമ്മയൊക്കെ ഇങ്ങനെ നെഞ്ചി പൊട്ടി കരയുന്നുണ്ടതൊക്കെ കേട്ടിട്ട്. അവളെ എൻ്റെ മോൻ്റെ ഒരു ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല, ഞങ്ങളെ തിരിച്ച് വിളിച്ചിട്ടുമില്ല. ഞങ്ങളെ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ പോകണം മാനനഷ്ടത്തിനൊക്കെ പറഞ്ഞ് അവരിട്ട് ഇങ്ങനെ അപമാനിക്കുന്നുണ്ട്. ആർക്കും ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാണ്ട് ഇങ്ങനെ തളർന്ന് നിൽക്കുന്ന സമയത്ത് ബാലം വിളിച്ചവരെ ഉപദേശിക്കുന്നതൊക്കെയുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ കല്യാണം മുടങ്ങിയത് അവർക്കും വിഷമമുണ്ട്, അവരും വിചാരിച്ചിട്ടൊന്നുമല്ലല്ലോ കല്യാണം മുടങ്ങിയത്, അവർ വീഴാത്തത് അവരെ മനക്കെട്ടി കൊണ്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവരുടെ ബന്ധുക്കളല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബന്ധുക്കളായത് കൊണ്ടൊന്നല്ല, എന്നെ ഇന്ന് ഒരു കല്യാണം വിളിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ വീട് ദേവമംഗലം, ഇത് കൃഷ്ണമംഗലം, ഞങ്ങൾ ആജന്മ ശത്രുക്കളുമാണ്, പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അത് കേട്ട് ഇങ്ങനെ തിരിഞ്ഞ് പോകുമ്പോൾ ചേട്ടനും അനിയനൊക്കെ ആകെ മനസ്താപം തോന്നുന്നുണ്ട്. അങ്ങനെ അവരും അകത്തേക്ക് വിഷമിച്ച് പോകുന്നുണ്ട്. പിന്നീട് മിത്രനെ കാണിക്കുന്നുണ്ട്. മിത്ര ഇങ്ങനെ മിഥുൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും മിഥുന് ദേഷ്യപ്പെടുന്നതും സ്വർണത്തിനെ പറ്റി ചോദിക്കുന്നതും സ്വത്തിനെ കുറിച്ച് ചോദിക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യണം, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ, മിഥുൻ നല്ലവനാണോ പൊട്ടയാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എല്ലാവർക്കും മിഥുനെ കാണുമ്പോൾ തന്നെ പൊട്ടയെന്നാണ് മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ നിന്റെ നടയിലാണ്, നിന്റെ സന്നിധിയിലാണ് എത്തിയേക്കണത്, എൻ്റെ കാര്യത്തിൽ നീ തന്നെ ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ് മിത്ര അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആര്യനാണ്. ആര്യൻ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ സമയത്ത് മാമൻ വിളിക്കുന്നുണ്ട്. മാമൻ വിളിച്ചിട്ട് പറയും, ആര്യ എടാ കല്യാണം ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ മാമ കല്യാണമൊക്കെ അടിപൊളിയായി നടന്നെന്ന് വെച്ചപ്പോൾ കല്യാണം ഒന്നും നടന്നില്ലടാ എന്ന്. കല്യാണം നടന്നില്ല എന്നാ, അവൾ പോയടാ, അവൾ ആ സ്വർണ്ണമൊക്കെ വാരി പോയി കല്യാണ തലേദിവസം എന്ന് പറഞ്ഞപ്പോൾ മാമൻ എന്തീ പറയുന്നേ, അവൾ പോകണമെന്നോ? ഞാൻ വിചാരിച്ച് ഈ ബന്ധം അവൾ മാറ്റി ശരിയായി അവൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവും എന്നുള്ള വിചാരിച്ചത്, കല്യാണം നടക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ അറിയില്ലടാ, അവൾ ആരോടും മിണ്ടാണ്ട് പോയടാ കൃഷ്ണമംഗലത്ത്. ഇപ്പോൾ ഒരു മരണ വീട് പോലെ. ഇനി എനിക്കറിയില്ലടാ, എൻ്റെ ചേട്ടന്മാരോട് പറയാൻ പറ്റുമോടാ മിഥുനെ കൂടിന് പോയെന്ന്, മിഥുൻ എന്ന ഫ്രോഡിനായിട്ട് അവൾ അടുപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇവരെന്നെ കൊല്ലൂലേടാന്ന് പറഞ്ഞപ്പോൾ മാമൻ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ തന്നെ അവളോട് എത്രയോ തവണ പറഞ്ഞതാണ്, ഇനി അവൾ തീർന്നു മാമ, ഇനി അവളെ രക്ഷയില്ല, അവൾ തീർന്നു, അവളെ ജീവിതം പോയി എന്ന് പറയും. എടാ നീ ഒരു കാര്യം, നീ എന്നെ വിഷമിപ്പിക്കലടാ എന്ന് പറഞ്ഞപ്പോൾ, നീ എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എന്താന്ന് ചോദിക്കും. അതെ ഞാൻ ഇപ്പം എന്തായാലും ചേച്ചി നാളെ അറിയും, പക്ഷെ ഇന്ന് നീ ചേച്ചിയോട് ഇതൊന്നും പറയണ്ട, ചേച്ചി വിഷമിക്കും, ചേച്ചി ഇല്ലാഞ്ഞത് നന്നായടാ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം, നീ അവൾക്ക് വേണ്ടി ഒരു അർച്ചന ഗുരുവായൂർ കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ, എന്തിന് സ്വർണം വരെ എടുത്ത് പോയാൽ അവൾ എത്ര ക്രൂരയാണെന്ന് മാമൻ ആലോചിച്ചൂടെ, അതുകൊണ്ട് അവൾക്ക് വേണ്ടി അർച്ചന കഴിക്കാൻ എന്നെ കിട്ടില്ല എന്ന് ആര്യം പറയും. അങ്ങനെ ആര്യം പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കും, മാമനോട് ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കും, മാമനോട് വേണ്ടി അർച്ചന ചെയ്യാനേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാലോചിച്ച് അങ്ങനെ ആര്യനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.